ഞാൻ എലിസബത്താണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ വോയിസ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം കുറേ കൺഫ്യൂഷനുകൾ എനിക്ക് ഒരു കസ്തൂരി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രൊഫൈലായിട്ട് തോന്നി. കാരണം 2 പ്രൊഫൈൽ കണ്ടു. ഒന്ന് ജോയിൻറ്റ് 4 months ago, അടുത്ത സ്ക്രീൻഷോട്ട് ഇടാം. അതിൽ ജോയിൻറ്റ് 9 years ago എന്ന് പറഞ്ഞിട്ടാണ് 2 കസ്തൂരി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്കാണോ ഒറിജിനലാണോ എന്നറിയില്ല അവരുടെ അക്കൗണ്ട് കണ്ടത്. ഒരേ ചാനലിൽ ഒരേ വീഡിയോൻ്റെ ഇടയിൽ അവർ ഒരാളിനെ സപ്പോർട്ട് ചെയ്തിട്ടും 2 പെണ്ണുങ്ങളിനെ അതുപോലെ ഒരു കുട്ടീനെയും മോശമായിട്ട് സംസാരിച്ചിട്ട് കുറേ കമൻറ്റുകൾ ഇട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത കമൻറ്റ് പുള്ളിക്കാരി ഡിലീറ്റ് ചെയ്തോ അതോ ഹൈഡ് ചെയ്തിട്ടോ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മോഡിഫിക്കേഷനായിട്ട് വേറെ കമൻറ്റ് പുള്ളിക്കാരി അതിന് പകരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞോണത് ലീഗലി മാരീഡ് അല്ല എന്നാണ് പറഞ്ഞോണത്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ കുറച്ച് റൈറ്റിങ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയണില്ല. അതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോകളിലും വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോകളും, അതുപോലെ തന്നെ റിസപ്ഷൻ നടത്തിയ വീഡിയോകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ടേക്ക് മെയിനായിട്ട് തോന്നിയത് കേരള ഈസ് ദ വേഴ്സ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർ സെക്ഷൽ അഫെയർസ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ കേരളത്തിൽ തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. പിന്നെ അപ്പോൾ ബാലയുടെ കേസ് ഇന്നൊന്നും തീരുന്ന ലക്ഷണമില്ല. ഇതിങ്ങനെ ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയാമല്ലോ, ബാലയ്ക്കെതിരെ അമൃത സുരേഷ് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തം കുട്ടിക്ക് കൊടുത്തിട്ടുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾ ബാലയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു കേസ്. അപ്പോൾ അതിനെതിരായിട്ട് ബാല വന്ന് എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു. എലിസബത്ത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എലിസബത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള കുറേ അബ്യൂസുകൾ. അപ്പോൾ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എലിസബത്ത് വീണ്ടും ഒരു മണിക്കൂറുള്ള വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ നമ്മുടെ സ്വന്തം ബാലേട്ടനാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വിചാരിച്ചു പോകും. അപ്പോൾ ആദ്യം തന്നെ എലിസബത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നും എലിസബത്തിൻ്റെ വീഡിയോൻ്റെ ഇടയിൽ എപ്പോഴും ഒരു കമൻറ്റ് വരും. അപ്പോൾ ഈ കസ്തൂരി എന്ന് പറയുന്നത് കുറച്ച് തമിഴും കുറച്ച് ഇംഗ്ലീഷെല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു പുള്ളിക്കാരത്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ആരാണ് ഈ കസ്തൂരി എന്നുള്ളത്. അപ്പോൾ ഈ കസ്തൂരി കേരളം എന്ന് പറയുന്ന നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ സംസ്ഥാനത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിലവിലിപ്പോൾ ഇദ്ദേഹം താമസിക്കുന്നത് ഇതേ കേരളത്തിലാണ്. കേരളത്തിൽ താമസിക്കുന്ന കസ്തൂരി എന്ന് പറയുന്ന ആൾ പറയുന്നു കേരളം എന്ന് പറയുന്നത് ഒരു ഭ്രാന്താലയമാണ് എന്നാണ്. അപ്പോൾ എലിസബത്ത് ഈ പറയുന്ന വീഡിയോയിൽ, ഈ 1 മണിക്കൂറുള്ള വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എലിസബത്ത് നേരിടേണ്ടി വന്നിട്ടുള്ള തിക്താനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന ബാല എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മുൻ ഭർത്താവ്, അതായത് ഇപ്പം ഡിവോഴ്സ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ മുൻ ഭർത്താവ് ചെയ്ത് കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഉപദ്രവങ്ങളെക്കുറിച്ചാണ് എലിസബത്ത് പറയുന്നത്. നമുക്ക് ഏതായാലും 1-2 കാര്യങ്ങൾ കണ്ടു നോക്കാം. ഇത് ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളൊന്നും നമുക്ക് കാണാനുള്ള സമയമോ ഇല്ല. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറും അടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 പോയിന്റുകൾ മാത്രം നോക്കിയിട്ട് നമുക്ക് പോവാം. അതിന് റിപ്ലൈ ആണ്, ഐ ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ് മീ. സെറ്റ്, കറക്റ്റാണ്. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പോലീസ് മാത്രമല്ല, ഗുണ്ടകളും കൂടിയില്ലേ, എന്നിട്ടല്ലേ നിങ്ങളിതൊക്കെ ഇടുന്നത്. ഈവൻ ലോയർ കൂടിയുണ്ട്, എന്നിട്ടാണ് നിങ്ങൾ കമൻറ്റ് ഇടുന്നത്. ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കമൻറ്റ്സ് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരാണെനിക്ക് മനസ്സിലായി. എൻ്റെ ലൈഫിൽ ഇനിയും എൻ്റെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചതിൽ ഒരു 50% പങ്ക് നിങ്ങൾക്കുണ്ട്. അപ്പോൾ എലിസബത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള, അതായത് ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള കോകിലേച്ചിയാണ് ഈ പറയുന്ന കമൻ്റ് ഇട്ടത് എന്നാണ് എലിസബത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലിസബത്തിൻ്റെ നാശത്തിന് അല്ലെങ്കിൽ എലിസബത്തുമായിട്ട് ബാലേനെ പിരിക്കാൻ വേണ്ടി മുന്നിട്ട് നിന്നിരുന്നതും ഈ പറയുന്ന കോകിലയാണ് എന്നാണ് എലിസബത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവർക്കിടയിൽ എന്തെല്ലോ പ്രശ്നങ്ങൾ പണ്ട് മുതലേ ചീഞ്ഞ് നാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എലിസബത്ത് തന്നെ വന്ന് പറയുകയാണ് ഇവരുടെ ബന്ധത്തിൽ വിള്ളൽ വരുത്തുന്നതിൽ നമ്പർ 1 കാരണക്കാരി എന്ന് പറയുന്നത് കോകിലയാണ് എന്ന്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ എന്ന് പറയുന്നതും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഉപയോഗിച്ച ആളാണ്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ കമൻറ്റ് ഇടുന്നതെന്ന് മനസ്സിലായി. എല്ലാവരുടെയും അറിവോട് കൂടിയാണ് ഇടുന്നത് എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നെ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും, അത് പേടിപ്പിക്കാനും അതൊക്കെ പറയണ്ടേ. ഓക്കെ, ഡൺ. ഓക്കെ, പിന്നെ അടുത്ത ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി കാര്യങ്ങളിലൊന്നും ഇടപെടില്ല, എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളിലാണ് ഞാൻ ഇടപെടുന്നത്. എലിസബത്ത് ഫെൽ ഇൻ ലവ് വിത്ത് ഹിം വെൻ ഹി വാസ് അറ്റ് ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. ആക്ച്വലി അത് മറച്ചു വെച്ചിട്ടാണ് ഇന്നെ കല്യാണം കഴിച്ചത്. എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ, അതായത് ബാലയ്ക്ക് ഒരു അസുഖമുണ്ട് എന്നുള്ള കാര്യം എലിസബത്തിനോട് മറച്ചു വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. എൻ്റെ പൊന്നെ ബാലേട്ടാ, എന്തൊക്കെ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
എലിസബത്തിനെ കല്യാണം കഴിക്കുന്ന സമയത്തെ ബാലയ്ക്ക് ഈ പറയുന്ന അസുഖം ഉണ്ടായിരുന്നു. അതായത് കരൾ രോഗമാണെന്ന് തോന്നുന്നു. അപ്പം ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് എലിസബത്തിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു, പറയാതെയാണ് കല്യാണം കഴിച്ചത് എന്നാണ് ഇപ്പോൾ എലിസബത്ത് വന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുണമൊന്നുമില്ല. പക്ഷേ എലിസബത്തിൻ്റെ ലൈഫിലേക്ക് ഇവർ വീണ്ടും വീണ്ടും ഇടിച്ചിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എലിസബത്ത് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം പറയണ്ട അല്ലെങ്കിൽ ഇത് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളെ പുറകെ വന്നിങ്ങനെ ചൊറിയുന്ന ഒരു സ്വഭാവമാണ് ബാലയും കൂട്ടുകാരും ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് എലിസബത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. എന്തായാലും ബാലേട്ടാ, ഇത്രയൊക്കെ ആയില്ലേ? നിങ്ങൾ നല്ല മനുഷ്യനായി നല്ലൊരു ജീവിതത്തിലേക്ക് കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങളുടെ ഫാൻസുകാരെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വീണ്ടും ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ ഒരേ സമയത്ത് തന്നെ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള അമൃതേനെയും രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള എലിസബത്തിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളായി, നിങ്ങളുടെ വാടായി, നിങ്ങളുടെ ജീവിതമായി, നിങ്ങൾക്ക് അങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിച്ചാൽ പോരെ? അതിൻ്റെ ഇടയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഈ എലിസബത്ത് ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന ബാല അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്ത് ഈ ബാലയുടെ മലം മൂത്രം എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരുന്നതും അല്ലെങ്കിൽ എല്ലാം നോക്കിക്കൊണ്ടിരുന്ന എല്ലാം ഈ എലിസബത്താണ്. എന്നിട്ടാണ് ഇപ്പം വന്നിട്ട് ഈ ഒരു നന്ദികേട് പറയുന്നത് എന്നാണ് എലിസബത്ത് പറയുന്നത്. അപ്പോൾ ഒരു ഡോക്ടറായിട്ടുള്ള എലിസബത്തിന് വരെ ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തായാലും അവസ്ഥ എന്നാണ് എലിസബത്ത് പറയുന്നത്. ഈ ബാലയ്ക്ക് എലിസബത്ത് മാത്രമല്ല, ഈ പറയുന്ന അമൃത മാത്രമല്ല, അല്ലാതെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഒരുപാടുണ്ടായിരുന്നു. 1 2 അല്ല, ഒരുപാടുണ്ടായിരുന്നു എന്നാണ് എലിസബത്ത് പറയുന്നത്. കല്യാണം കഴിച്ചാണ്. പക്ഷേ ഇതിൽ പറയണു ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ലവ് ചെയ്തെത്ര. ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പോലില്ല. ഞാൻ MBBS കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കായിരുന്നു. ഞാൻ എവിടെയും വർക്കിങ്ങിന് കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ കാണുന്നത്? അത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ആക്ച്വലി FBയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് കുറേ ആൾക്കാർ FBയിൽ കണ്ട ആളിനെ പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറേ തെറി വിളിച്ചായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഓക്കെ, ഈ വീഡിയോയിലും ഈ സ്ക്രീൻഷോട്ടിലും നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. എലിസബത്ത് ഇസ് പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കലി. ഞാൻ അറിഞ്ഞായിരുന്നില്ല. ആരാണതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ്. അപ്പം അടുത്ത ഒരു ആരോപണം എന്ന് പറയുന്നത് എലിസബത്ത് ഇപ്പോൾ പുതിയൊരു ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഏതോ ഒരു പെൺകുട്ടി ഏതോ ഒരു നാട്ടിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു. അതായത് ബാലയുമായിട്ട് ബന്ധമുള്ള സമയത്താണ് ഈ പറയുന്ന ആരോപണം എങ്കിൽ നമുക്ക് ഓക്കെ, ശരിയാണ്, അയ്യോ അത് മോശമായി പോയി എന്നൊക്കെ പറയാം. പക്ഷേ ഇവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു, എലിസബത്തിൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് എലിസബത്ത് ആരെ വേണമെങ്കിലും ബോയ് ഫ്രണ്ടാക്കി വെച്ചോട്ടെ, അതിന് ഇവർക്ക് എന്താണ് പ്രശ്നം? അതിനെക്കുറിച്ചാണ് ഇപ്പം ഇവർക്ക് ഭയങ്കര വിഷമം. അതായത് എലിസബത്ത് ഇപ്പം വേറെ പുതിയൊരു, നമ്മുടെ ഇന്നത്തെ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലൈനുമായിട്ട് കറങ്ങിക്കൊണ്ട് നടക്കുകയാണ് എലിസബത്ത്. പിന്നെ എന്തിനാണ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ മോശം പറയുന്നതെന്നാണ് കോകിലേച്ചി പറയുന്നത്. കോകിലയാണോ എന്നറിയില്ല, കസ്തൂരി എന്നുള്ള പേരിലാണ് ഈ പറയുന്ന കമൻറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. എന്തായാലും ഇംഗ്ലീഷും തമിഴും എല്ലാം കലർന്നിട്ടുള്ള ഇവരുടെ സംസാരം അല്ലെങ്കിൽ ഇവരുടെ ഈ കമൻറ്റെല്ലാം കാണുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിലേക്ക് കുറച്ച് പോകേണ്ടി വരും. അപ്പം കോകില തന്നെ ആവാനാണ് ചാൻസ്. അപ്പോൾ നമുക്കത് 100% പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഏതായാലും എലിസബത്തിൻ്റെ ലൈൻ ഏതാണ്, ഇപ്പോൾ എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നതെന്നൊക്കെ ഇവർ അന്വേഷിക്കാറുണ്ട്. ഇവർക്ക് സ്വന്തം കാര്യം മാത്രം അന്വേഷിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യം കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഒഴിവായി പോയിട്ടുള്ള ആളുടെ പുറകെ പോകുന്നത്. ഞാൻ ആക്ച്വലി അഹമ്മദാബാദിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൊലീഗിനോടും പറഞ്ഞിരുന്നു എൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഫോട്ടോ ഇടുമെന്ന്. കാരണം ആൾക്കാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു എന്നും അതുപോലെ തന്നെ എന്താണ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇപ്പം അങ്ങനെ പറയാറ്. അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, വലിയ ആൾക്കാരൊന്നും മിണ്ടില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ലേ, ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ കണ്ട സ്ത്രീകൾ, ഓരോരുത്തരുടെ അവസ്ഥ കണ്ട ഇങ്ങയുടെ അവസ്ഥ കണ്ട സ്ത്രീകൾ, ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? അങ്ങനെ തന്നെ പറയണേ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭയങ്കര വികാരാധീനയായിട്ടാണ് പറയുന്നത്. ഒരാൾ അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുക, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന സ്നേഹിക്കുന്ന ഒരാളുടെ ഒരു കടമയാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് പോലും ഇപ്പോഴും ഈ പറയുന്ന ബാലേൻ്റെ ഇപ്പോഴത്തെ വൈഫും എല്ലാം വന്നിട്ട് ഈ പറയുന്ന എലിസബത്തിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുന്ന സമയത്ത് അവർക്ക് വിഷമമുണ്ടാവും, സ്വാഭാവികമായിട്ട് വിഷമമുണ്ടാവും. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല ഒന്ന് ചെയ്തു കൊടുക്കുക, പക്ഷേ
ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും അവസാനം വന്നിട്ട് നിങ്ങൾ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നെ എന്താണ് കൊല്ലാൻ വേണ്ടി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് അടിക്കുന്ന സമയത്ത് ആർക്കാണേലും സങ്കടവും ദേഷ്യവും എല്ലാം വരും. അതാണിപ്പോൾ എലിസബത്ത് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. എലിസബത്ത് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോളമാണ് എലിസബത്ത് പറയുന്നത്. പക്ഷേ ഇതെല്ലാം എടുത്ത് നമുക്ക് റിയാക്ട് ചെയ്യാനാണെങ്കിൽ അതിന് ഈ ഒരൊറ്റ എപ്പിസോഡ് മാത്രം പോരാ. ഇതിപ്പോൾ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്, ഒരു കുടുംബത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇപ്പം ബാല എന്ന് പറഞ്ഞിട്ടുള്ള സെലിബ്രിറ്റി അവർ കല്യാണം കഴിച്ചു, അതിനെ ഒഴിവാക്കി. അതിന് ശേഷം ഒരാളെ കല്യാണം കഴിച്ചു, അത് ഒഴിവാക്കി. ഇപ്പം മൂന്നാമതൊരു കല്യാണം കഴിച്ചു. അവർ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന ബാലയ്ക്കും ഈ പറയുന്ന കോകിലയ്ക്കും വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കുത്തിച്ചൊറിഞ്ഞ് അവരുടെ ഇപ്പോഴത്തെ സമാധാനം കളഞ്ഞു. ഓൾറെഡി അവർ സമാധാനം പോയതിന് ശേഷമാണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞത് എന്ന് അവർ പറയുന്നുണ്ട്. എന്നിട്ടും പോയിട്ട് വീണ്ടും വീണ്ടും ചൊറിഞ്ഞ് ഇങ്ങനെ ആക്കേണ്ട ആവശ്യം എന്താണ്? കയ്യിലിരിക്കുന്ന പൈസേൻ്റെയും കയ്യിലിരിക്കുന്ന ഒരു കുറച്ച് ആളുകളുടെയും ബലത്തിൽ പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും തിരിച്ച് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന കുറേ പേരുടെ പുറകെ പോയിട്ട് വെറുതെ ചൊറിഞ്ഞ് അവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് അവരുടെ മനസ്സമാധാനം കൊണ്ട് കളഞ്ഞിട്ട് നിങ്ങൾക്കെന്ത് മനസ്സമാധാനമാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന ബാലയ്ക്കെതിരെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പെൺകുട്ടികളും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ബാലയുടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് കുറേ പേര് വന്ന് പറഞ്ഞു, അതായത് ബാല ഒഴിവാക്കിയ അല്ലെങ്കിൽ ബാലേനെ വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുള്ള അമൃതയ്ക്കും കുട്ടിക്കും എന്തിനാണ് ബാലയുടെ പൈസ എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ബാലയുടെ കുട്ടിയാണ് ഈ പറയുന്ന അമൃതൻ്റെ കൂടെ ഉള്ളതെങ്കിൽ ആ കുട്ടിക്ക് ബാല കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് പരിഗണനകളുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അമൃതയും ചോദിച്ചിട്ടുള്ളൂ. ഇതിപ്പം അമൃതേൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന എലിസബത്ത് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം എലിസബത്ത് പറഞ്ഞതും തെറ്റാണ്, അമൃത പറഞ്ഞതും തെറ്റാണ്, എൻ്റെ ബാല മാത്രമാണ് സത്യം എന്നും പറഞ്ഞിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ അവരോടാണ് പറയാനുള്ളത്, അനുഭവിച്ചവർക്ക് മാത്രമേ അവരെന്താണ് അനുഭവിച്ചു എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ വന്ന് പറയുന്നവരാണ് ഈ പറയുന്ന പെൺകുട്ടികൾ. ഇപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും എന്തിനാണ് ഈ ബാലനെ വിട്ടു പോകേണ്ടി വന്നത്? അപ്പോൾ അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ ന്യായങ്ങളുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അപ്പം ഈ ബാല അവരുടെ ജീവിതം നോക്കി മുന്നോട്ട് പോകാതെ പഴയ ആളുകളുടെ പുറകെ പോയിട്ട് അവർക്കെതിരെ ഇങ്ങനെ തുടരെ കമൻ്റ് ഇടുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറയുക, ഇതൊന്നും നല്ലതായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവരുടെ കയ്യിൽ 100-200 കോടി രൂപ ഉണ്ട്, ആസ്തി ഉണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇപ്പം വന്നിട്ടുള്ള കോകിലയ്ക്കും കുറേ ആസ്തി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന് പകരം ഈ കോകില ഇപ്പം പറഞ്ഞ രീതിയിലാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഇവർക്ക് ഇഷ്ടമില്ല. കേരളത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രശ്നമുള്ള നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ കോകില സുഖകരമായിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്. ഏതായാലും കൊള്ളാം. ഇപ്പോൾ എലിസബത്ത് വന്നിട്ട് 1.5 മണിക്കൂറുള്ള പ്രസംഗം പ്രസംഗിച്ചത് കൊണ്ടൊന്നും ഈ പറയുന്ന ബാലയാണെങ്കിലും ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയാണെങ്കിലും ഒന്നും മാറാൻ വേണ്ടി പോകുന്നില്ല എന്നറിയാം. പക്ഷേ ഇത് കുറച്ചെങ്കിലും ആളുകളിലേക്ക് എത്തിയിട്ട് അവർ മനസ്സിലാക്കണം, നമ്മൾ ഈ പറയുന്നതൊന്നുമല്ല, അല്ല നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല സത്യം എന്നുള്ളത്. അതായത് ബാല വന്നിട്ട് ഞാൻ കുറേ പേർക്ക് സഹായം ചെയ്യുന്നുണ്ട്, അത് എന്നിട്ടും ഞാനിത് കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പം കുറേ സഹായം ചെയ്തതുകൊണ്ട് മാത്രം നല്ലവനാവില്ല. സ്വന്തം വീട്ടിലുണ്ടായിരുന്ന ആളുകളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു നടക്കുക, അവർക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞു നടക്കുക, ഇതൊന്നും അത്ര നല്ല പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഏതായാലും എലിസബത്തിൻ്റെ വീഡിയോ 1.5 മണിക്കൂറുണ്ട്, 1 മണിക്കൂറിന് മേലെയുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ഇവിടെ വന്നിട്ട് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എലിസബത്തിൻ്റെ വീഡിയോൻ്റെ മൊത്തത്തിലുള്ള ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കോകില എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ അവർ വേറൊരു ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് പഴയ കഥകളെല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ എലിസബത്തിനെ കുറ്റം പറയുന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും എന്നുള്ളതാണ് എലിസബത്ത് പറയുന്നത്. എന്തിനാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് വെറുതെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും ബാല നല്ല രീതിയിൽ ജീവിച്ചാൽ ബാലയ്ക്കും ഈ പറയുന്ന ബാലയുടെ ഇപ്പോഴത്തെ വൈഫിനും കൊള്ളാം. വെറുതെ പഴയ കാര്യങ്ങളൊക്കെ പോയി ചകഞ്ഞ് വീണ്ടും കേസുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ ഓക്കെ, അത് അവരുടെ ഇഷ്ടം. അങ്ങനെയാണ് അവർക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇനിയിപ്പം പഴയ ആളുടെ പുറകെ പോയിട്ട് ഇവർക്കിനി എന്തെങ്കിലും കിട്ടാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ, അതായത് ജനങ്ങളുടെ മുമ്പിൽ മാന്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഹസനമെങ്കിൽ
അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതെല്ലാം ഈ പറയുന്ന ആളുകളെല്ലാം കാണുന്നതാണ്. എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ആളുകൾ കാണുന്നതാണ്. പിന്നെ ഈ പറയുന്ന ബാലേനെയും ഈ കോകിലേനെയും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും ആളുണ്ട്. പിന്നെ അറിയാലോ, അമ്മേനെ തല്ലിയിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ട് കൂട്ടം അല്ലെങ്കിൽ രണ്ട് സൈഡ് ഉണ്ടാവുന്ന ഈ കാലത്ത് ബാലേനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പേരുണ്ട്, ഈ പറയുന്ന എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്, അമൃതേനെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അമൃത ഒരു കേസ് കൊടുത്തപ്പോഴത്തേക്കും വീണ്ടും പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് എലിസബത്തിനാണ്. അപ്പം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എലിസബത്ത് വീണ്ടും പഴയ കുറേ കാര്യങ്ങളെല്ലാം പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനൊന്നും നിൽക്കാതെ ബാലയുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നടക്കുന്ന ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും വന്ന് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിളമ്പുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും നമ്മളെ വന്നിട്ട് ഈ പറയുന്ന ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. അങ്ങനെ പോരെ, അതായത് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞത് സോൾവ് ചെയ്യുക. അല്ലാണ്ട് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലെല്ലാം വന്ന് ഇങ്ങനെ ചുമ്മാ അലമ്പാക്കിയിട്ട് എന്ത് കാര്യം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എലിസബത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു തുറന്നു പറച്ചിൽ വീണ്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എലിസബത്തിൻ്റെ 1 മണിക്കൂറുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എലിസബത്തിൻ്റെ ചാനലിൽ പോയി കണ്ടാൽ മതി.